ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായിരിക്കും വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് സിറ്റുവേഷൻ എന്താണ്, അവരുടെ മൈൻഡിൽ നിങ്ങളുണ്ടോ. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. അതുപോലെ ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നതായിരിക്കും. നിങ്ങളുടെ പേഴ്സണെയും അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെന്റ്സ് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, നമുക്ക് കാർഡ്സ് എടുത്ത് നോക്കാം. എന്താണ് നിങ്ങളുടെ പേഴ്സന്റെ സിറ്റുവേഷൻ, കറന്റ് സിറ്റുവേഷൻ, അവരുടെ മൈൻഡിൽ നിങ്ങളുണ്ടോ. നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ എന്താണ്. ഫൈവ് ഓഫ് സോർഡ്സ് ആണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് കാർഡ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന ഒരു ടൈമാണ്. അവരുടെ മൈൻഡിൽ നിങ്ങളുണ്ടോ? ഓഫ് കോഴ്സ് അവരുടെ മൈൻഡിൽ നിങ്ങളുണ്ട്. ബിക്കോസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തൊരു കാര്യത്തിലേക്ക് അവർ ഇറങ്ങിത്തിരിക്കുമ്പോഴും നിങ്ങളുടെ മെമ്മറീസ് അവരുടെ ഓർമ്മയിലേക്ക് വരുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം അവരുടേക്ക് മൈൻഡിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ, നിങ്ങളുടെ പേഴ്സന്റെ മൈൻഡിൽ, അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട്. ഓക്കെ, അവരുടെ കറന്റ് സിറ്റുവേഷൻ എന്താണ് ഇപ്പോഴത്തെ, എന്താണ് അവരുടെ കറന്റ് സിറ്റുവേഷൻ. ഓക്കെ, ഒരുപാട് കാർഡ്സ് വന്നിട്ടുണ്ട്. ഇത് ഞാൻ എടുക്കുന്നില്ല, ഞാൻ കാണിച്ചുതരാം. ഫോർ ഓഫ് സോർട്സ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച്, നിങ്ങളുടെ അടുത്ത് സ്നേഹം തോന്നുന്നുണ്ട്. ആ പേഴ്സൺ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിച്ചിരിക്കുന്നുണ്ട്. കണ്ടോ, ഇവിടെ നിങ്ങളുടെ അടുത്ത് സ്നേഹമുണ്ട്, നിങ്ങളെ കുറിച്ച് ഈ പേഴ്സൺ ചിന്തിച്ചിരിക്കുന്നുണ്ട്. ആൻഡ് ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. പക്ഷെ ഈ സ്നേഹം കാണിക്കാൻ ഈ പേഴ്സൺ ഇപ്പോൾ താല്പര്യം കാണിക്കുന്നുണ്ടാകില്ല. നിങ്ങളടുത്ത് ഈ ഒരു സ്നേഹം പുറത്ത് കാണിക്കാതെ നിൽക്കുന്നുണ്ടാകാം ഈ പേഴ്സൺ. ഓക്കെ, പക്ഷെ അവരുടെ മൈൻഡിൽ ഉള്ളത് നിങ്ങളാണ്, അവരുടെ ചിന്തകളാണ് ഇവിടെ അവരെ അലട്ടുന്നത്. ഓക്കെ, അതേപോലെ തന്നെ 8 ഓഫ് വൺസ് വന്നിട്ടുണ്ട്, 10 ഓഫ് വൺസ് ആണ്, ആൻഡ് കിങ് ഓഫ് പെൻഡക്കിൾ. എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ മാറ്റി നിർത്തിയ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. മേ ബി അവർ എന്തെങ്കിലും ഒരു പുതിയ കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ടാകാം. ഓക്കെ, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള പേഴ്സൺ ആകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ഈ പേഴ്സൺ ഇറങ്ങി തിരിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം നിങ്ങളെ മാറ്റി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ ഈ പേഴ്സണ് വരുന്നത്. ഇതിന്റെ മുൻപേ ചെയ്തിട്ടുള്ള വീഡിയോസുമായിട്ട് ഇതിൽ കിട്ടുന്ന എനർജി കണക്റ്റഡ് ആവുന്നുണ്ട്. സോ നിങ്ങൾ സ്ഥിരം കാണുന്ന ആളുകളായിരിക്കാം, എന്റെ വീഡിയോസ് ചിലപ്പോൾ സ്ഥിരം കാണുന്ന ആളുകൾ ഉണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ അടുത്തുള്ള സ്നേഹം അവർക്ക് കാണിക്കാൻ പറ്റുന്നില്ല, അവർ കാണിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണുന്നത്. സോ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം ഇപ്പോ കറന്റ്ലി, നിങ്ങൾ അങ്ങനെ ആയിരിക്കാം. ഇല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ പോകുന്നവര് ഇപ്പോൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്നവരുണ്ടായിരിക്കാം. എന്താണെങ്കിലും അവരുടെ മൈൻഡിൽ നിങ്ങളുണ്ട്, പക്ഷെ അവര് നിങ്ങളടുത്ത് ആ സ്നേഹം കാണിക്കുന്നില്ല. ഓക്കെ, അവരുടെ ചിന്തകള് അലട്ടുന്നുണ്ട്, നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ മെമ്മറീസ് അവരെ വളരെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. എന്താണ് അവരുടെ കറന്റ് സിറ്റുവേഷൻ, എന്താണ്. ഓക്കെ, 2 ഓഫ് വൺസ് വന്നിട്ടുണ്ട്. ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പേഴ്സൺ ഇറങ്ങി തിരിച്ചിട്ടുണ്ടാകാം, വേറെന്തൊക്കെയോ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് സ്റ്റേബിൾ ആകാൻ വേണ്ടിയിട്ടായിരിക്കാം. അവരുടെ ലൈഫിൽ അവർക്കൊരു സ്റ്റേബിൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു മെച്ചുവേർഡ് ആയിട്ട് ഈ പേഴ്സൺ ചിന്തിച്ചിട്ടുണ്ടാകാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒന്നിക്കുന്നതിന്റെ മുൻപേ ഒന്ന് സ്റ്റേബിൾ ആയിട്ട് നിൽക്കണം എന്ന് ഈ പേഴ്സൺ ചിന്തിച്ചിട്ടുണ്ടാകാം. സ്റ്റാർ കാർഡ് വന്നിട്ടുള്ള റിവേഴ്സ്ഡ് ആണ്. ഈ പേഴ്സൺ എന്തായാലും ഈ ഒരു ടൈമിൽ നിങ്ങളോടത്തോട്ട് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ഒരു ടൈം എന്തായാലും കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേയുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾ കണ്ടു നോക്കാവുന്നതാണ്. ബിക്കോസ് ഈ കാർഡുകൾ വന്നിട്ടുള്ളത്, ഈ എനർജീസ് വന്നിട്ടുള്ളത് സെയിം വ്യക്തികളുടേതാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, നിങ്ങളടുത്തോട്ട് വരാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ ഇപ്പോൾ ഇത് കാണിക്കുന്നില്ല, മുൻകൈ എടുക്കുന്നില്ല. എന്താണ് നിങ്ങളുടെ പേഴ്സന്റെ. ഓക്കെ, 7 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്.
നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഒരുപാട് ചോയ്സസ് വരുന്ന ടൈം ആയിരിക്കാം ഇത്. മേ ബി ഇത് നിങ്ങളുടെ പേഴ്സന്റെ എനർജി ആയതുകൊണ്ട് നിങ്ങളുടെ പേഴ്സന്റെ കാര്യം തന്നെയായിട്ട് പറയാം. കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കരിയർ ബേസ് ആയിരിക്കാം, അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ കിട്ടുന്നുണ്ടാകാം. സോ അതിലേക്ക് എന്തെങ്കിലും ഒക്കെ തിരിഞ്ഞത് കൊണ്ടായിരിക്കാം നിങ്ങളെ മാറ്റി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടാകുക. അല്ലാന്നുണ്ടെങ്കിൽ വേറെ പേഴ്സൺസ് ഈ വന്നിട്ടുണ്ടാകാം. ഒരുപാട് പേര് ഇവരുടെ ലൈഫിലേക്ക് വന്നതുകൊണ്ട് ഒരു ചോയ്സ്, ഒരുപാട് പേരെ അവർക്ക് ആര് സെലക്ട് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ പോലെ. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതുമായിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. ആൻഡ് പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്ത് സ്നേഹമാണ്. ഇപ്പോൾ തുറന്നു കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷെ ആ പേഴ്സണ് സ്നേഹം തന്നെയാണ്. പേജ് ഓഫ് കപ്സ് ഇന്നത്തെ റീഡിങ്ങിലും ഇതേ കാർഡ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, സ്നേഹമാണ് ആ പേഴ്സണ് നിങ്ങളുടെ അടുത്ത്, വളരെയധികം സ്നേഹമാണ്. ഉള്ളില് വളരെയധികം സ്നേഹമാണ്, പുറത്തോട്ട് കാണിക്കുന്നില്ല. എന്താണ് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് സിറ്റുവേഷൻ? ഓക്കെ, കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ അറിയാതെ പോലും അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോ അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് ആണെങ്കിൽ നിങ്ങളുടെ എനർജി ബേസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ ഇല്ലാതെ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയായിരിക്കാം. സോ നിങ്ങൾ ഈ പേഴ്സൺ തന്നെ വേണം, എന്റെ ലൈഫിൽ ഈ പേഴ്സൺ തന്നെ വേണം എന്നുള്ളൊരു മൈൻഡ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം നിങ്ങൾ അട്രാക്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് ഈ പേഴ്സണെ വളരെയധികം. നിങ്ങളിലേക്ക് ഈ പേഴ്സൺ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങളിൽ അവർ പോവേണ്ടതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. എന്തൊക്കെയോ ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് അവർ തിരിയേണ്ട ഒരു സമയത്ത് നിങ്ങളുടെ ഓർമ്മകൾ, നിങ്ങളുടെ മെമ്മറീസ് അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരുടെ എനർജിയാണിത്. എന്തുകൊണ്ടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ അട്രാക്ട് ചെയ്യുന്നുണ്ട് ഈ പേഴ്സണെ, വളരെയധികം നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തോട്ട് വരാനുള്ള ഒരു ടെൻഡൻസി പേഴ്സണ് കാണിക്കുന്നത്. പക്ഷേ പേഴ്സണ് വരാൻ സാധിക്കുന്നില്ല. ഓക്കെ, നിങ്ങളുടെ കറക്റ്റ് ടൈം ആകുമ്പോൾ യൂണിവേഴ്സ് അതിനുള്ളൊരു ആക്ഷൻ എടുത്തു തരുന്നതാണ്. ഓക്കെ, ക്വീൻ ഓഫ് പെന്റക്കിൾ ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. നിങ്ങളുടെ കറക്റ്റ് ടൈം ആകുമ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇതിലൊരു മാറ്റം, ചേഞ്ച് സംഭവിക്കുന്നതാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ. പക്ഷെ ഇപ്പോൾ ആ പേഴ്സണെ സംബന്ധിച്ച് സ്നേഹമുണ്ട്, അവരുടെ ചിന്തകളിൽ നിങ്ങളുണ്ട്, പക്ഷെ ആ പേഴ്സൺ ഇപ്പോൾ വരാൻ സാധിക്കുന്നതല്ല. ഓക്കെ, ഈ ഒരു റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.